നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ളൊരു കപ്പപ്പുട്ട് തയ്യാറാക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു വലിയ കപ്പ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മിഡിലുള്ള ഈ നാരങ്ങ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം 2-3 തവണ നല്ലതുപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ സ്റ്റാർച്ച് ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ പുട്ടുപൊടിയോ ചേർത്ത് കൊടുക്കാം. കപ്പയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടിയത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കപ്പയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇതിൽ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ പുട്ടിന് നനച്ചെടുക്കുന്ന രീതിയിൽ നനച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് പുട്ടുകുടത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് തേങ്ങയിട്ട് മാവ് ഇട്ട് നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള